നമസ്കാരം. ക്ഷേത്രങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പ്രസാദങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ടല്ലേ. പാൽപ്പായസം, ശർക്കര ചേർത്ത പായസം, പൊങ്കൽ ചോറ്, അതുപോലെ ഉണ്ണിയപ്പം, വെണ്ണ, പഞ്ചാമൃതം, അരവണ, മണ്ടപ്പുറ്റ്, ഉണക്കമീൻ, മഞ്ച് ചോക്ലേറ്റ്, കള്ള്, എന്തിനേറെ പറയുന്നു കഞ്ചാവ് പോലും പ്രസാദമായി കൊടുക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്, കർണാടകയിൽ. എന്നാൽ മട്ടൻ ബിരിയാണി പ്രസാദമായി കൊടുക്കുന്ന ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. തമിഴ്നാട് മധുരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുനിയാണ്ടിയുടെ പേരിൽ മുനിയാണ്ടി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നതും. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന മുനിയാണ്ടി ക്ഷേത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ നടക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്ന ഉത്സവ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇവിടെ മട്ടൻ ബിരിയാണി വിളമ്പുന്നതും. കഴിഞ്ഞ 84 വർഷം തുടർച്ചയായി ഇവിടെ ഉത്സവ ആഘോഷവുമുണ്ട്. ഒപ്പം തന്നെ പ്രസാദമായി മട്ടൻ ബിരിയാണി വിളമ്പുകയും ചെയ്യുന്നു. മട്ടൻ ബിരിയാണി പ്രസാദം എന്നാണിത് അറിയപ്പെടുന്നതും. ക്ഷേത്രോത്സവത്തിൽ ഒരു ദിവസം അവിടെ എത്തുന്ന എല്ലാവർക്കും ഒരു വ്യത്യാസവുമില്ലാതെ ഈ മട്ടൻ ബിരിയാണി വിളമ്പുകയും ചെയ്യും. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. സാധാരണ പള്ളികളിലാണല്ലോ പ്രസാദമായി ബിരിയാണിയൊക്കെ വിളമ്പുന്നതും. മുനിയാണ്ടി ക്ഷേത്രത്തിലെ ബിരിയാണിക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധകരുണ്ട്. ഏറ്റവും പുതിയ കണക്കിൽ കഴിഞ്ഞ ഉത്സവത്തിന് 1800 കിലോ അരിയും 200 ആടുകളെയുമാണ് മട്ടൻ ബിരിയാണി ഉണ്ടാക്കുവാനായി ഉപയോഗിച്ചത്. നാട്ടുകാരിൽ നിന്നും പിരിക്കുന്ന പണം മാത്രമല്ല, പ്രശസ്തരായ ഹോട്ടൽ ബിസിനസ്സുകാരും പ്രസാദം തയ്യാറാക്കുവാനായി ധാരാളം സാമ്പത്തിക സഹായവും ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്ന ഉത്സവ ആഘോഷത്തിന്റെ ഭാഗമായാണ് മട്ടൻ ബിരിയാണി വിളമ്പുന്നത്. മുനിയാണ്ടി ക്ഷേത്രത്തിൽ പ്രസാദമായി ബിരിയാണി നൽകുന്നതിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. 1937 ഇവിടെ ഗ്രാമത്തിൽ ഗുരുസ്വാമി നായിഡു എന്നൊരു വ്യക്തി ഹോട്ടൽ ബിസിനസ് തുടങ്ങുകയുണ്ടായി. ഗുരുസ്വാമി നായിഡു പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ബിസിനസ് വളർന്ന് ഒരു വലിയ സാമ്രാജ്യമായി മാറുകയും ചെയ്തു. എല്ലാം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുനിയാണ്ടിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച ഗുരുസ്വാമി നായിഡു സുഹൃത്തായ സുന്ദർ റെഡ്ഡിയുമായി ചേർന്ന് കല്ലിഗുഡിയിലും വിരുത് നഗറിലും ഓരോ ഹോട്ടലുകൾ കൂടി തുറന്നു. എല്ലാം ഒരു വിജയമായി മാറിയതോടെ ഗ്രാമത്തിലുള്ള വേറെ കുറെ വ്യക്തികളും ചേർന്ന് ഇവരുടെ മാതൃക പിന്തുടർന്ന് ഹോട്ടലുകൾ ആരംഭിച്ചു. എല്ലാം വൻ വിജയമായി തീരുകയും ചെയ്തു. ഇതിൽ തന്നെ മറ്റൊരു പ്രത്യേകത എന്നത് എല്ലാ ഹോട്ടലുകളുടെയും പേര് മുനിയാണ്ടി ഹോട്ടൽ എന്നാണ്. ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ തന്നെ 1500-ൽ അധികം മുനിയാണ്ടി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. മട്ടന്റെ വിവിധ രുചികൾ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ മുനിയാണ്ടി ഹോട്ടലുകൾ മുഖ്യ പങ്ക് തന്നെ വഹിച്ചിട്ടുമുണ്ട്. തമിഴ്നാടിനെ കൂടാതെ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും പുതുച്ചേരിയിലും മട്ടൻ രുചികൾ വിളമ്പുന്ന മുനിയാണ്ടി ഹോട്ടലുകൾ ധാരാളമുണ്ട്. ഉത്സവത്തിന്റെ നാളുകളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും ക്ഷേത്രത്തിൽ എത്തും. ഓരോ വർഷവും കേട്ടറിഞ്ഞ്, അതായത് ഇവിടെ മട്ടൻ ബിരിയാണിയാണ് പ്രസാദമായി വിളമ്പുന്നത് എന്ന് കേട്ടറിഞ്ഞ് എത്തുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഏകദേശം 8000-ലധികം ആളുകൾ ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തും. ഉത്സവത്തിനായി ഹോട്ടൽ ഉടമകൾ തങ്ങളുടെ വരുമാനത്തിൽ നിന്നും ചെറുതല്ലാത്ത ഒരു പങ്ക് മാറ്റിവെക്കുകയും ചെയ്യും. ഉത്സവ ദിവസങ്ങൾ അനുഭവപ്പെടുന്ന തിരക്ക് കാരണം തന്നെ മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമേ മട്ടൻ ബിരിയാണി പ്രസാദം സ്വീകരിക്കാനും സാധിക്കൂ. മുനിയാണ്ടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുനിയാണ്ടിയുടെ അനുഗ്രഹമാണ് വിജയങ്ങൾക്കെല്ലാം കാരണമെന്ന് വിശ്വസിച്ച ഗുരുസ്വാമി നായിഡു ആണ് പ്രസാദമായി ക്ഷേത്രത്തിൽ ബിരിയാണി കൊടുക്കാൻ ആരംഭിച്ചത്. മധുരയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെ വടക്കംപെട്ടി എന്ന ഗ്രാമത്തിലാണ് മുനിയാണ്ടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മധുരയിൽ നിന്നും ഇവിടേക്ക് ബസ്സുകളും ലഭ്യമാണ്. വിരുധനഗറിൽ നിന്നും വടക്കംപെട്ടിയിലേക്ക് 20 കിലോമീറ്റർ ദൂരവുമുണ്ട്. എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാന വ്യാഴം തുടങ്ങി 3 ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രസാദമായി ബിരിയാണി കൊടുക്കുന്നു എന്ന് കേട്ടറിഞ്ഞ് ഓരോ വർഷവും ഇവിടെ എത്തുന്നവരുടെ എണ്ണം കൂടുകയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ജനുവരി മാസവുമാണല്ലോ. നിങ്ങളും ഈ ക്ഷേത്രത്തിലെത്തിയാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെത്തി ആഗ്രഹങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഉത്സവവും കാണാം. അതിനോടൊപ്പം തന്നെ പ്രസിദ്ധമായ മട്ടൻ ബിരിയാണി പ്രസാദം കഴിക്കുകയും ചെയ്യാം. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായും കൂടി ഷെയർ ചെയ്യുക. ന്യൂസ് ഡെസ്ക് നവകേരള ന്യൂസ്.